നിങ്ങൾ ലോകത്തെ നിയന്ത്രിക്കുന്ന ഒരു രഹസ്യ സംഘമുണ്ടെന്ന് എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? അതെ, ഞാൻ സംസാരിക്കുന്നത് ഇലുമിനാറ്റി എന്ന നിഗൂഢ നാമത്തെക്കുറിച്ചാണ്. ഇന്റർനെറ്റിലും സിനിമകളിലും പോപ്പ് കൾച്ചറിലും നമ്മൾ കേട്ടിട്ടുള്ള ഒരു പേര്. ഇലുമിനാറ്റി എന്ന പേര് കേൾക്കുമ്പോൾ മനസ്സിൽ തെളിയുന്നത് രഹസ്യ സംഘടനകൾ, ഗൂഢാലോചനകൾ, ലോകത്തിൻ്റെ നിയന്ത്രണം എന്നിവയാണ്. ആധുനിക ലോകത്ത് ഇലുമിനാറ്റി എന്നത് ഒരു സാംസ്കാരിക പ്രതിഭാസമായി മാറിയിരിക്കുന്നു. എന്നാൽ ഇതിൻ്റെ യഥാർത്ഥ ചരിത്രം എന്താണ്? ഇലുമിനാറ്റി വാസ്തവത്തിൽ ഉണ്ടോ? അവർ ശരിക്കും നമ്മുടെ ലോകത്തെ നിയന്ത്രിക്കുന്നുണ്ടോ? അതോ ഇതൊക്കെ വെറും ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ മാത്രമാണോ? ഇന്ന് നമുക്ക് ഈ രഹസ്യത്തിൻ്റെ ചുരുളഴിക്കാൻ ശ്രമിക്കാം. ഒരു കപ്പ് ചായയോ കാപ്പിയോ കയ്യിലെടുത്തോളൂ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇലുമിനാറ്റി എന്ന വാക്കിൻ്റെ അർത്ഥം പ്രകാശമുള്ളവർ അല്ലെങ്കിൽ ജ്ഞാനം നേടിയവർ എന്നാണ്. ലാറ്റിൻ വാക്കായ ഇലുമിനാറ്റസ് എന്നതിൽ നിന്നാണ് ഇത് ഉത്ഭവിച്ചത്. 18-ാം നൂറ്റാണ്ടിൽ ജർമ്മനിയിൽ രൂപം കൊണ്ട ഒരു രഹസ്യ സംഘടനയാണ് ബവേറിയൻ ഇലുമിനാറ്റി. ഇതാണ് ചരിത്രപരമായി ഇലുമിനാറ്റിയുടെ ആദ്യ രൂപം. എന്നാൽ ഇന്ന് ഇലുമിനാറ്റി എന്നത് ഒരു രഹസ്യ സംഘടനയേക്കാൾ ഒരു ആശയമോ ഗൂഢാലോചന സിദ്ധാന്തമോ ആയി മാറിയിരിക്കുന്നു. ലോകത്തിൻ്റെ സാമ്പത്തിക, രാഷ്ട്രീയ, സാംസ്കാരിക നിയന്ത്രണം ഒരു രഹസ്യ ഗ്രൂപ്പിൻ്റെ കൈകളിലാണെന്ന് വിമർശിക്കുന്നവർ ഇലുമിനാറ്റിയെ എന്ന ഗ്രൂപ്പിനെ ചൂണ്ടിക്കാണിക്കുന്നു. 1776 മെയ് 1 ജർമ്മനിയിലെ ബവേറിയയിൽ ആദം വെയ്ഷോപ്റ്റ് എന്നൊരു ജർമ്മൻ പ്രൊഫസർ ബവേറിയൻ ഇലുമിനാറ്റി എന്ന രഹസ്യ സംഘടന സ്ഥാപിച്ചു. വെയ്ഷോപ്റ്റ് ഇംഗോൾസ്റ്റാൻഡ് യൂണിവേഴ്സിറ്റിയിൽ നിയമശാസ്ത്രം പഠിച്ചിരുന്ന ഒരു ബുദ്ധിജീവിയായിരുന്നു. അദ്ദേഹം യുക്തിവാദത്തിൻ്റെയും ജ്ഞാനോദയ ചിന്തകളുടെയും വക്താവായിരുന്നു. യൂറോപ്പിൽ അക്കാലത്ത് മതാധികാരവും രാജവാഴ്ചയും ശക്തമായിരുന്നു. ഇത് സാമൂഹിക പുരോഗതിക്ക് തടസ്സമാണെന്ന് വെയ്ഷോപ്റ്റ് വിശ്വസിച്ചു. ഇലുമിനാറ്റിയുടെ ലക്ഷ്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. യുക്തിവാദം പ്രോത്സാഹിപ്പിക്കുക, മനുഷ്യൻ്റെ ബുദ്ധിയും ശാസ്ത്രവും അടിസ്ഥാനമാക്കി ഒരു ലോകം സൃഷ്ടിക്കുക, മതാധികാരത്തെ എതിർക്കുക, കത്തോലിക്ക സഭയുടെ അന്ധവിശ്വാസങ്ങളെയും സ്വാധീനത്തെയും ചെറുക്കുക, സാമൂഹിക നീതി, എല്ലാവർക്കും തുല്യ അവസരങ്ങൾ ഉറപ്പാക്കുക. വെയ്ഷോപ്റ്റിൻ്റെ സംഘടന രഹസ്യമായിരുന്നു. കാരണം അവർ ഭരണകൂടത്തിൻ്റെയും സഭയുടെയും എതിർപ്പിനെ ഭയപ്പെട്ടു. അംഗങ്ങൾക്ക് രഹസ്യനാമങ്ങൾ ഉണ്ടായിരുന്നു. വെയ്ഷോപ്റ്റിൻ്റെ രഹസ്യനാമം സ്പാർട്ടക്കസ് എന്നായിരുന്നു. ഇത് റോമൻ കലാപകാരിയായ സ്പാർട്ടക്കസിൻ്റെ പേരാണ്. ബവേറിയൻ ഇലുമിനാറ്റി ഒരു രഹസ്യ ശൃംഖല പോലെയാണ് പ്രവർത്തിച്ചിരുന്നത്. അംഗങ്ങൾ വിവിധ തലങ്ങളിലായി തരംതിരിക്കപ്പെട്ടിരുന്നു. ഓരോ തലത്തിലും പ്രത്യേക അറിവും ഉത്തരവാദിത്തങ്ങളും ഉണ്ടായിരുന്നു. ഈ ഘടന ഫ്രീമേസൺസിൻ്റെ മാതൃകയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാണ്. ഫ്രീമേസൺസ് അക്കാലത്ത് യൂറോപ്പിൽ ശക്തമായ ഒരു രഹസ്യ സംഘടനയായിരുന്നു. വെയ്ഷോപ്റ്റും ഒരു ഫ്രീമേസൺ ആയിരുന്നു. ഇലുമിനാറ്റിയുടെ അംഗങ്ങൾ ബുദ്ധിജീവികൾ, ശാസ്ത്രജ്ഞർ, രാഷ്ട്രീയക്കാർ, എഴുത്തുകാർ എന്നിവരായിരുന്നു. അവർ രഹസ്യ യോഗങ്ങൾ നടത്തി യുക്തിവാദത്തിൻ്റെയും ജ്ഞാനോദയ ആശയങ്ങളുടെയും പ്രചാരണത്തിനായി പ്രവർത്തിച്ചു. 1780-കളോടെ ഇലുമിനാറ്റിയുടെ അംഗങ്ങളുടെ എണ്ണം 600 മുതൽ 2500 വരെ എത്തിയിരുന്നുവെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അങ്ങനെ ഒരു നാൾ ഇലുമിനാറ്റിയുടെ വളർച്ച ബവേറിയൻ ഭരണകൂടത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. 1784-ൽ ബവേറിയൻ സർക്കാർ രഹസ്യ സംഘടനകൾക്കെതിരെ കർശന നിയമങ്ങൾ പാസാക്കി. 1785-ൽ ഇലുമിനാറ്റി നിരോധിക്കപ്പെട്ടു. അവരുടെ പ്രവർത്തനങ്ങൾ നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കപ്പെട്ടു. വെയ്ഷോപ്റ്റിനെ ജോലിയിൽ നിന്നും പുറത്താക്കി. അദ്ദേഹം ബവേറിയ വിട്ട് ഗോതയിലേക്ക് രക്ഷപ്പെട്ടു. ഇലുമിനാറ്റിയുടെ രേഖകളും പുസ്തകങ്ങളും കണ്ടെടുക്കപ്പെട്ടു. ഭരണകൂടം അവരെ രാജ്യദ്രോഹികൾ എന്ന് മുദ്രകുത്തി. 1787-ഓടെ ബവേറിയൻ ഇലുമിനാറ്റി പൂർണ്ണമായും ഇല്ലാതായി. എന്നാൽ ഇവിടെ നിന്നാണ് ഇലുമിനാറ്റിയെക്കുറിച്ചുള്ള ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ ഉടലെടുക്കുന്നത്. ഇലുമിനാറ്റി നിരോധിക്കപ്പെട്ടെങ്കിലും അവരെക്കുറിച്ചുള്ള ഭയവും കൗതുകവും അവസാനിച്ചില്ല. 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ യൂറോപ്പിൽ രാഷ്ട്രീയ അസ്ഥിരത വർദ്ധിച്ചു. ഫ്രഞ്ച് വിപ്ലവം യൂറോപ്പിലെ രാജവാഴ്ചകളെ ഭീതിയിലാഴ്ത്തി. ഇലുമിനാറ്റിയാണ് വിപ്ലവത്തിന് പിന്നിലെന്ന് പലരും ആരോപിച്ചു. 1797-ൽ ജോൺ റോബിൻസൺ എന്ന സ്കോട്ടിഷ് എഴുത്തുകാരൻ പ്രൂഫ്സ് ഓഫ് എ കോൺസ്പിറസി എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചു. ഈ പുസ്തകത്തിൽ ഇലുമിനാറ്റിയും ഫ്രീമേസൺസും ചേർന്ന് ലോകത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ ശ്രമിക്കുന്നുവെന്ന് അദ്ദേഹം വാദിച്ചു. സമാനമായി ഫ്രഞ്ച് ജെസ്യൂട്ട് വൈദികനായ അഗസ്റ്റിൻ ബറുവൽ മെമ്മോറിസ് ഇലുസ്ട്രേറ്റിംഗ് ദ ഹിസ്റ്ററി ഓഫ് എ ജേക്കബിനിസം എന്ന പുസ്തകത്തിൽ ഇലുമിനാറ്റിയെ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ രഹസ്യ ശക്തിയായി ചിത്രീകരിച്ചു. ഈ പുസ്തകങ്ങൾ ഇലുമിനാറ്റിയെക്കുറിച്ചുള്ള ഗൂഢാലോചന സിദ്ധാന്തങ്ങളുടെ വിത്തുപാടു. 19-ാം നൂറ്റാണ്ടിൽ ഇലുമിനാറ്റി ഒരു അദൃശ്യ ശത്രുവിൻ്റെ പ്രതീകമായി മാറി. ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമായി ഇലുമിനാറ്റിയെ കുറ്റപ്പെടുത്തപ്പെട്ടു. 20-ാം നൂറ്റാണ്ടിൽ ഇലുമിനാറ്റിയെക്കുറിച്ചുള്ള ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ കൂടുതൽ സങ്കീർണമായി.
ലോക ബാങ്കുകൾ, രാഷ്ട്രീയ നേതാക്കൾ, മാധ്യമ കോർപ്പറേഷനുകൾ, ഹോളിവുഡ് താരങ്ങൾ എന്നിവർ ഇലുമിനാറ്റിയുടെ ഭാഗമാണെന്ന് ആരോപിക്കപ്പെട്ടു. 1960കളിൽ ന്യൂ വേൾഡ് ഓർഡർ എന്ന ആശയം ജനപ്രിയമായി. ഇലുമിനാറ്റി ഈ ആഗോള ഗവൺമെൻറ്റിൻ്റെ പിന്നിലെ ശക്തിയാണെന്ന് വിശ്വസിക്കപ്പെട്ടു. 21ാം നൂറ്റാണ്ടിൽ ഇലുമിനാറ്റി പോപ്പ് സംസ്കാരത്തിൻ്റെ ഭാഗമായി മാറി. ഹോളിവുഡ് സിനിമകൾ, മ്യൂസിക് വീഡിയോകൾ, സോഷ്യൽ മീഡിയ എന്നിവയിൽ ഇലുമിനാറ്റി ചിഹ്നങ്ങൾ, പ്രധാനമായും പിരമിഡ്, ഒറ്റക്കണ്ണ് പോലെയുള്ള മറഞ്ഞിരിക്കുന്ന സന്ദേശങ്ങൾ ഉള്ളതായി ആരോപിക്കപ്പെട്ടു. ബിയോൺസെ, ജേസി, കാനിയെ വെസ്റ്റ് തുടങ്ങിയ താരങ്ങൾ ഇലുമിനാറ്റിയുടെ ഭാഗമാണെന്ന് ഗൂഢാലോചന സിദ്ധാന്തക്കാർ വാദിച്ചു. ഡാൻ ബ്രൗണിൻ്റെ ഏഞ്ചൽസ് ആൻഡ് ഡിമോൺസ് പോലുള്ള പുസ്തകങ്ങളും സിനിമകളും ഇലുമിനാറ്റിയെ ജനപ്രിയമാക്കി. മലയാളി യുവാക്കൾക്കിടയിലും ഇലുമിനാറ്റിയെക്കുറിച്ചുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയ വഴി വ്യാപകമായി. യൂട്യൂബ് വീഡിയോകൾ, ഫേസ്ബുക്ക് പോസ്റ്റുകൾ, വാട്സപ്പ് ഗ്രൂപ്പുകൾ എന്നിവയിൽ ഇലുമിനാറ്റിയെക്കുറിച്ചുള്ള ഗൂഢാലോചനകൾ ചർച്ച ചെയ്യപ്പെട്ടു. എന്നാൽ ഈ വിവരങ്ങളിൽ ഭൂരിഭാഗവും തെളിവുകളില്ലാത്തതാണ്. മലയാളി സമൂഹത്തിന് ഇലുമിനാറ്റി ഒരു കൗതുകകരമായ വിഷയമാണ്, പക്ഷേ ഇതിനെ ഗൗരവമായി എടുക്കുന്നവർ കുറവാണ്. ചരിത്രപരമായി ബവേറിയൻ ഇലുമിനാറ്റി ഒരു ചെറിയ ഹ്രസ്വകാല സംഘടനയായിരുന്നു. അവർ ലോകത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ ശ്രമിച്ചതിന് തെളിവുകളില്ല. എന്നാൽ ഇലുമിനാറ്റിയെക്കുറിച്ചുള്ള ഗൂഢാലോചനാ സിദ്ധാന്തങ്ങൾ ആധുനിക ലോകത്ത് ഒരു സാംസ്കാരിക ശക്തിയായി മാറി. ഇവയുടെ ചില സ്വാധീനങ്ങൾ ഇനി ചർച്ച ചെയ്യാം. ഭയത്തിൻ്റെ സൃഷ്ടി. ഇലുമിനാറ്റി സിദ്ധാന്തങ്ങൾ ജനങ്ങളിൽ അജ്ഞാതമായ ഒരു ശക്തിയെക്കുറിച്ചുള്ള ഭയം സൃഷ്ടിക്കുന്നു. ഇത് ചിലപ്പോൾ സാമൂഹിക അസ്ഥിരതയ്ക്ക് കാരണമാകാം. മാധ്യമങ്ങളുടെ ഉപയോഗം. മാധ്യമങ്ങൾ ഇലുമിനാറ്റിയെ ഒരു വിനോദ മൂല്യമായി ഉപയോഗിക്കുന്നു. ഇത് ജനപ്രിയ സംസ്കാരത്തിൽ അതിൻ്റെ സ്ഥാനം ശക്തിപ്പെടുത്തുന്നു. വിമർശിക്കാനുള്ള ചിന്തയുടെ ആവശ്യകത. ഇലുമിനാറ്റി സിദ്ധാന്തങ്ങൾ ജനങ്ങളെ വിമർശനാത്മകമായി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു. എങ്കിലും തെളിവുകളില്ലാത്ത വിശ്വാസങ്ങൾ അപകടകരമാണ്. മലയാളി യുവാക്കൾക്ക് ഇലുമിനാറ്റി ഒരു രസകരമായ വിഷയമാണ്, പക്ഷേ ഇതിനെക്കുറിച്ചുള്ള അറിവ് പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ നിന്നാണ്. യുവാക്കൾക്ക് ഇത്തരം വിഷയങ്ങളിൽ ആകർഷിക്കപ്പെടുന്നത് സ്വാഭാവികമാണ്, കാരണം ഇത് രഹസ്യവും കൗതുകകരവുമാണ്. എന്നാൽ ഇലുമിനാറ്റിയെക്കുറിച്ചുള്ള വിവരങ്ങൾ വിമർശനാത്മകമായി വിലയിരുത്തേണ്ടത് പ്രധാനമാണ്. തെളിവുകളില്ലാത്ത ഗൂഢാലോചനകൾ വിശ്വസിക്കുന്നത് അന്ധവിശ്വാസത്തിന് സമാനമാണ്. ഇലുമിനാറ്റിയുടെ ചരിത്രം ഒരു രഹസ്യ സംഘടനയുടെ ഉത്ഭവവും പതനവും മാത്രമല്ല, മനുഷ്യ മനസ്സിൻ്റെ ഭയങ്ങളുടെയും കൗതുകങ്ങളുടെയും പ്രതിഫലനവുമാണ്. 18ാം നൂറ്റാണ്ടിൽ ജ്ഞാനോദയ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിച്ച ഒരു ചെറിയ ഗ്രൂപ്പ് ഇന്ന് ലോകത്തിൻ്റെ നിയന്ത്രണം കൈയാളുന്ന ഒരു ഗൂഢശക്തിയായി ചിത്രീകരിക്കപ്പെടുന്നു. മലയാളികൾക്ക് ഇലുമിനാറ്റിയെ ഒരു രസകരമായ വിഷയമായി കാണാം, പക്ഷേ അതിൻ്റെ യഥാർത്ഥ ചരിത്രവും ഗൂഢാലോചനകളും പിന്നിലെ സത്യവും മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ്. ഇലുമിനാറ്റിയെക്കുറിച്ചുള്ള ചർച്ചകൾ നമ്മെ ഒരു പ്രധാന പാഠം പഠിപ്പിക്കുന്നു. വിമർശനാത്മക ചിന്തയും തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള വിശ്വാസവും ഇല്ലെങ്കിൽ ഏത് കഥയും ഒരു ഗൂഢാലോചനയായി മാറാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഒരു ലൈക്ക് നൽകുക. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.